ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിലെ വിദ്യാർത്ഥി സമരം തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊന്നും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് CJP. സർക്കാരുമായി ഇന്നലെ നടന്ന രണ്ടാം ഘട്ട ചർച്ച പരാജയപ്പെട്ടതോടെ ഇന്ന് മൂന്നാം ഘട്ട ചർച്ച നടക്കും. തീരുമാനമെടുക്കാൻ ഉച്ചവരെയാണ് സർക്കാർ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ടാണ് എന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി വൈകിട്ട് കോൺഗ്രസിന്റെ സത്യാഗ്രഹവും ഉണ്ടാകും. ഷബ്ന ഡൽഹിയിൽ നിന്ന് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷബ്ന, ഗുഡ് മോർണിംഗ്. ഇന്നും തലസ്ഥാനം സമര മുഖരിതമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ന് ഉച്ചവരെയാണ് സമയം കേന്ദ്ര സർക്കാർ ചോദിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ പല ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമോ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഏതായാലും ഈ സമരക്കാർ ശക്തമായി തന്നെ ഈ രാജി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെയും ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ഈ സമര പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ കേസുകൾ പിൻവലിക്കാം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം, ഈ പോലീസ് അക്രമത്തിനിരയായ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല, ശാശ്വതമായ ഒരു പരിഹാരമാണ് തങ്ങൾക്ക് വേണ്ടത്. കാരണം ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സമരം. ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഭാവി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമരം നടത്തുന്നത്. അതിന് ഉത്തരവാദിയായ ആൾ എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കേവലം ഏതെങ്കിലും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയോ ശിക്ഷിച്ചതുകൊണ്ട്, പ്രത്യേക കോടതികൾ സ്ഥാപിച്ച് പണിഷ്മെൻറ്റുകൾ നടത്തിയതുകൊണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നതുകൊണ്ട് മാത്രം ഇതിന് പരിഹാരമാകില്ല. കൃത്യമായ ഉത്തരവാദി എന്ന നിലയിൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ രാജിയിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് സമരക്കാർ ശക്തമായി തന്നെ ഇന്നലെ വൈകിട്ടും രാത്രിയിലും എല്ലാം ആ രീതിയിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം ഘട്ട ചർച്ചയിലും ഇന്ന് ഉച്ചവരെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഉച്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനം എടുക്കാം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. അല്ലെങ്കിൽ സമരക്കാർ അതാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഉച്ചവരെ സമയം എന്ന് സമരക്കാരും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ ഈ രാജി എന്ന തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കാമെന്നാണ് സമരക്കാരുടെ CJPയുടെ പ്രത്യേകമായി അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഇപ്പോൾ പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുത്തു. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സംഘടിക്കുന്നു. ഈ വിദ്യാർത്ഥി സമരം എന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട സമരമായി മാറിയിട്ടുണ്ട് എന്നതിന് സംശയവുമില്ല. കാരണം ഈ പലയിടങ്ങളിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്ന, പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ, ചെറിയ കുട്ടികൾ, അങ്ങനെ നിരവധി ആളുകൾ നമുക്ക് ഈ സമരപന്തലിൽ ചെന്നാൽ അറിയാം. ഡോക്ടേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ പല പ്രൊഫഷനിലുള്ള ആളുകൾ, ഈ കുട്ടികൾക്ക് സപ്പോർട്ടുമായി എത്തുന്ന, വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടുമായി എത്തുന്ന നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു. അത്തരത്തിൽ ശക്തമായ ഒരു സമരം നിലനിൽക്കെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇപ്പോൾ ഈ രാജി എന്ന കാര്യം മാത്രമായിരിക്കും ഒരു സൊല്യൂഷനായി നിൽക്കുക. സമരക്കാർ അത്തരത്തിൽ ശക്തമായി തന്നെ ആവശ്യം ഉന്നയിച്ചാൽ ഒരു പക്ഷേ രാജി വെക്കേണ്ടി വരും. കാരണം ഈ സമരം അവസാനിപ്പിക്കുക എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നു. കാരണം ഇത്രയും ദിവസം നീണ്ടു പോകുന്ന ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസിൻ്റെ അതിക്രമം സംബന്ധിച്ച് വ്യാപകമായ പരാതി ഉയർന്നു. പോലീസ് കൃത്യമായും അക്രമം കാണിക്കുകയാണ് ചെയ്തത് ഇവിടെ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതിലും വലിയ പാളിച്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് തന്നെയാണ്. കാരണം നിരവധി കുട്ടികൾ ആശുപത്രിയിലുണ്ട്. ഈ കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും കൃത്യമായി ലഭിക്കുന്നില്ല. അവരാരാണ്, എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊന്നും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അതൊക്കെ ഈ സമരക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു കൃത്യമായ ഒരു നടപടിയിലേക്ക് ഏതായാലും കേന്ദ്ര സർക്കാരിന് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒരു മൂന്നാം ഘട്ട ചർച്ചയോടുകൂടി ഈ രാജി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് ഒരു മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കാത്തതുമായി ബന്ധപ്പെട്ട് അത് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നൊരു ഹർജി വന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ കോടതി ഇടപെടാനും രാവിലെ തന്നെ അതിലൊരു തീരുമാനം ഏതെങ്കിലും തരത്തിലുണ്ടാകാനുമുള്ള ഒരു സാധ്യതയും കാണുന്നു. മറ്റൊന്ന് ഇന്ന് സംഭവിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ്. രാജ്യവ്യാപകമായി ജില്ലകൾ തോറും മെഴുകുതിരി കത്തിച്ച് ഇവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ അടക്കമുള്ള സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ജില്ലാ തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. ഏതായാലും പ്രതിപക്ഷം ശക്തമായി തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നു. ഈ
ഈ അക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ പ്രതിഷേധം എന്ന് കോൺഗ്രസും അറിയിച്ചിരിക്കുന്നു. സമരം ഏതായാലും ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. സമരപന്തലിൽ നിറയെ ആളുകൾ ഇപ്പോൾ ഈ സമയത്തും ഉണ്ട്. രാത്രിയിലും മുഴുവൻ സമയവും സമരപന്തൽ ശക്തമായി തന്നെ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അവിടെ കുട്ടികൾ കൂടുതൽ ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥി സമരത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.